Good afternoon. Good afternoon, teacher. How are you? Fine. Good afternoon. PDF ആണോ? Yes, teacher. എനിക്ക് കാണിച്ചു. PDF അല്ല, അതിന്റെ ഒരു ഹെഡിങ് ആയിട്ടുള്ളതാ കാണുന്നത്. ചാപ്റ്റർ കാണുന്നില്ലേ? യൂണിറ്റ് 5. Yes, teacher. ഫോൾഡർ ആണ് കാണുന്നത് മിസ്. ഫോൾഡർ ഫോൾഡർ മാത്രമാണോ? ആ ഇപ്പൊ ഓക്കെ. ഭക്ഷണം കഴിച്ചല്ലോ? No, teacher. After the class. No, teacher. After the class. ടീച്ചർ എന്താ സ്പെഷ്യൽ ഇന്ന്? ടീച്ചർക്ക് എന്താ സ്പെഷ്യൽ ഇന്ന് മഴയൊക്കെ ആയിട്ട്? സ്പെഷ്യലൊന്നുമില്ല. അച്ചിങ്ങയാണ്. അച്ചിങ്ങ പറയാം. അവിടെ എന്താണ്? ഇവിടെ കല്ലുമ്മക്കായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. prayer. ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. ആരെങ്കിലും ഇല്ലേ? പഠിക്കോളൂ ഗീത. Good afternoon, everyone. Prayer. Dear God, bless everyone with good health, happiness, and strength. May we all live in harmony and support one another with love and kindness. Okay, thought of the day. അതും ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. ആരുമില്ല. തോട്ട് ഓഫ് ദ ഡേ പോലും പറയാൻ ആരുമില്ലാത്ത എന്ത് പറ്റി? ഇങ്ങനെ തന്നെയാണോ എല്ലാ ക്ലാസ്സിലും? മിക്കപ്പോഴും പറയാറുണ്ട്. ഉഷേച്ചി ഞാനും പറയാറുണ്ട്. Okay. Yes. ഗീത പറഞ്ഞോളൂ. Good afternoon, everyone. I am Geeta Anup. Here is a beautiful thought to brighten our day and make us think deeply. Rain is not just drops of water. It's the sky cry with joy, reminding the earth that growth comes after storms. മഴ എന്നത് വെള്ളത്തിന്റെ തുള്ളികൾ മാത്രമല്ല, അത് ആകാശം സന്തോഷത്തോടെ കരയുന്നതും കാറ്റും മഴയും കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാകുമെന്ന് ഭൂമിയെ ഓർമ്മിപ്പിക്കുന്നതും ആണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. വെരി നൈസ് തോട്ട്. ആരുടെയായിരുന്നു? ആരുടെ ആണെന്ന് ഇല്ല, ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല തോട്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള തോട്ടാ. യെസ് ടീച്ചർ, സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തതാണ്. ഓക്കെ. യെസ്, നമ്മള് ഡെവലപ്മെന്റൽ പ്രൊഫൈലില് കുറച്ച് എടുത്തിരുന്നു. യൂണിറ്റ് 5 ടൈം ടേബിളില് ക്ലാസ് ടൈം ടേബിൾ പറഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ടൈം ടേബിളില് ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ്. Every teacher should have a copy of this timetable of his work. This timetable will show the class in which he is to teach in a specific period. A consolidated teacher's timetable should be available with the headmaster. Okay. Teacher's timetable. എന്താണ് ഇതിന്റെ പ്രത്യേകത? ടീച്ചേഴ്സ് ടൈം ടേബിളിന്റെ ടീച്ചേഴ്സ് ടൈം ടേബിൾ ടീച്ചർക്ക് ഓരോ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിയാൻ വേണ്ടിയിട്ട്. യെസ്, എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിൽ അവരുടെ ക്ലാസ് ടൈം ടേബിൾസ് ഉണ്ടായിരിക്കും. ഏതൊക്കെ ക്ലാസ്സിലാണ്, ഏതൊക്കെ പീരീഡ് ആണ് എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ കയ്യിൽ അതിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും. Okay, this timetable will show the class in which he is to teach in a specific period. ഏതൊക്കെ പീരീഡിലാണ് നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സിലാണ് എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ടൈം ടേബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. A consolidated teacher's timetable should be available in the headmaster.
ഇനി ഇത് ടീച്ചേഴ്സിന്റെ മാത്രം കയ്യിലായിരിക്കും ഇതിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കുക. എല്ലാ അല്ല. ഹെഡ് മാസ്റ്ററുടെ കയ്യിലുണ്ടാവും. മാസ്റ്ററുടെ കയ്യിലായിരിക്കാം. കാരണം ഭാഗം ഒരു കോപ്പി ആരുടെ കയ്യിലായിരിക്കും? ഹെഡ് മാസ്റ്ററിന്റെ കയ്യിൽ. Headmaster. അപ്പൊ ഹെഡ് മാസ്റ്റർ അറിയാൻ പറ്റും ഏതൊക്കെ ടീച്ചർ ഏത് ക്ലാസ്സിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, യെസ്, ഇതാണ് ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനി മാസ്റ്റർ ടൈം ടേബിൾ എന്താണ്? അടുത്ത ടൈപ്പാണ് മാസ്റ്റർ ടൈം ടേബിൾ. ദിസ് ഈസ് എ കൺസോളിഡേറ്റഡ് ടൈം ടേബിൾ ഫോർ ദ ഹോൾ സ്കൂൾ. സ്കൂളിന് വേണ്ടിയിട്ടുള്ള അല്ലെ, സ്കൂളിൽ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഇത് മാസ്റ്റർ ടൈം ടേബിൾ. ദിസ് വിൽ ഗിവ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദ വർക്ക് ഓഫ് എ സ്കൂൾ. എന്താണ് അത് പറയുന്നത്? ഒരു സ്കൂളിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ടൈം പീരീഡ് ആണ് ഈ മാസ്റ്റർ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ with the headmaster. ഒരു മിനിറ്റ്. ഓക്കെ, കേൾക്കാമോ? ടീച്ചർ. ഇപ്പൊ നമ്മൾ മാസ്റ്റർ ടൈം ടേബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിന്റെ ഹോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വരുന്നത്. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ വിത്ത് ദ ഹെഡ് മാസ്റ്റർ. ഇത് ആരുടെ കയ്യിലായിരിക്കും? അതിന്റെ കയ്യിലാണെന്താ? ഹെഡ് മാസ്റ്ററുടെ മാസ്റ്റർ ആണ്. തയ്യാറാക്കുന്നത് ഹിസ് മാസ്റ്റർ ആണ്. അത് ടൈം ടേബിൾ സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരിക്കും. It will be him who teaches a particular class in a given period and what subject he teaches. From this, the headmaster can know whether a teacher is having leisure or work at a particular point of time. More to the above, it is better to prepare and maintain different timetables such as. Okay, number. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തത് ഒരു എമർജൻസി ഉണ്ടായിരുന്നു. എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ വഞ്ചി മറിഞ്ഞിട്ട് കാണാതായി. +2 പഠിച്ചത് ഞങ്ങള്. വഞ്ചി മറിഞ്ഞ് കാണാതെയായി നാളെ. ഇന്നലെ രാത്രി നമ്മൾ തെരച്ചിൽ നടത്തുന്നുണ്ട്, പക്ഷെ ആളെ കിട്ടിയിട്ടില്ല. ബാക്കി 4 പേരുണ്ടായിരുന്നു, കിട്ടി. അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ആള് നല്ല ഹൈറ്റ് കുറവാണ്. തീരെ കാണുന്നില്ല. മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലം അറിയാൻ പറ്റുന്നത്. എവിടെയാ മിസ്റ്റർ സ്ഥലം?
മുനമ്പം കേട്ടിട്ടുണ്ടോ? ചെറായിത്തല്ല ചെറായി കേട്ടിട്ടുണ്ട്. ബീച്ച് സൈഡാണ് അതൊക്കെ. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിരുന്നു ഞങ്ങള് പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോ കണ്ടോ? മഴയൊക്കെ ആയിട്ട് ഈ ഒരു പ്രശ്നമാണല്ലേ, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുഴയിലൊക്കെ ഇറങ്ങി പോയി ശ്രദ്ധിക്കണം, പോവാതിരിക്കുന്ന നല്ലത്. അത് ഹാർബറിലാട്ടി വർക്ക് ചെയ്യണം. ഡീറ്റെയിൽ അറിയില്ല, നമുക്ക് ന്യൂസിലുണ്ടായിരുന്നു പക്ഷെ പത്രത്തിലൊന്നും കണ്ടില്ല. നമ്മുടെ ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് അറിയുന്നത്. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ഇപ്പൊ +2 ബാച്ചിലെ സ്റ്റുഡൻസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതില് ഇപ്പൊ 2-3 പേര് കണ്ടിന്യൂസ് ആയിട്ടും മരണപ്പെട്ടിട്ടുണ്ട് കൂടെ പഠിച്ചവര്. ഒരാള് വയനാട് വെച്ചൊരു ആക്സിഡന്റിൽ മരിച്ചു, പിന്നെ ഒരാൾ സൂയിസൈഡ് ചെയ്തു. ഇപ്പൊ ഇത് ഇന്നലെ പോയെങ്കിൽ ഇന്ന് ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ രക്ഷ ഉണ്ടാവില്ലല്ലോ അല്ലെ. ഇന്നലെ വൈകിട്ട് കാണാതായതാണ്, പുഴയിൽ മറിഞ്ഞിട്ട് വഞ്ചി. എന്തെങ്കിലും ഒന്ന് പറയൂ, എനിക്കൊരു ടെൻഷനായെന്ന് ചോദിച്ചതാ. മിസ് ടെൻഷൻ അടിക്കണ്ട, നല്ല ശരിയാവും. അഥവാ എവിടെയെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിലോ? അതെ സ്കോപ്പ് ഉണ്ടാവും, പക്ഷെ ഇത്രയും ലേറ്റ് ആയ പിന്നെ നമ്മള് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോ വേണമെങ്കിൽ മറുകരയിൽ വല്ലതും കടിച്ചിട്ടുണ്ടാവല്ലേ. പുഴയിലല്ല, കടലിലാണ്. പുഴയില്ല, കടലിലാണ്. അതാണ് പേര്. സെയിം PGക്ക് പഠിച്ച ഒരു ഫ്രണ്ടും ഇതുപോലെ മരിച്ചിരുന്നു, ഇതുപോലെ കടലിൽ വെച്ച്. ഇനി മഴയുള്ള സമയത്ത് ഇവരോട് പോകരുതെന്ന് പറഞ്ഞാൽ പോകും, കറക്റ്റ് ആയിട്ട് പോലെ. ആണുങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ ആ സമയമാകുമ്പോൾ പോകും. അവർക്ക് ഭയങ്കര അനുഭൂതി അതിലേക്ക്, പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് ഭയങ്കര പേടിയാണ്. ടീച്ചർ, ചില ആൾക്കാർക്ക് സാഹസികത ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അവരറിയുന്നില്ല അത് ശരിക്കും ഒരു അപകടത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളത്. പോകുന്നത് കാര്യം നമ്മൾ ജനിച്ച ഒരു ദിവസം പോകണം, പക്ഷെ ഇങ്ങനെ ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ. യെസ്. പിന്നെ ചിലർക്കുണ്ട് ടൈം അടുത്താൽ പിന്നെ എത്ര സ്റ്റോപ്പ് ചെയ്താലും പോകും. അതെ ശരിയാണ്. ഓക്കെ, ഇപ്പൊ മാസ്റ്റർ ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർക്ക് ഏതൊക്കെ ടീച്ചേഴ്സ് ഏതൊക്കെ ക്ലാസ്സിലാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, ഏത് വിഷയമാണ് അവർ പഠിപ്പിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് ഹെഡ് മാസ്റ്ററിന് അറിയാൻ സാധിക്കും കേട്ടോ. പിന്നെന്താണ്, the headmaster can know whether a teacher is having a leisure or work at a particular point of time. ഇനി പിന്നെന്താ മനസ്സിലാക്കേണ്ടത്, ടീച്ചേഴ്സിന് ലെഷർ ടൈം കൊടുക്കാറുണ്ടോ? ടീച്ചർ, തീർച്ചയായും. ഓക്കെ, അപ്പൊ ഈ ടൈം ടേബിൾ നോക്കുമ്പോൾ ഹെഡ് മാസ്റ്റർക്ക് അറിയാൻ പറ്റും ടീച്ചർ ഇപ്പൊ ഫ്രീ പീരീഡിലാണോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുകയാണോ എന്നുള്ളത് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെഡ് മാസ്റ്റർക്ക് സാധിക്കും. ലെഷർ ടൈമിലാണോ ടീച്ചർ ക്ലാസ്സിലാണോ എന്ന് ആർക്കറിയാൻ പറ്റും? ഹെഡ് മാസ്റ്ററിന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, മാസ്റ്റർ ടൈം ടേബിൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ടീച്ചർ ഫ്രീ പീരീഡിലാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലാണോ അല്ല ഏത് ക്ലാസ്സിലാണോ എന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. പിന്നെ more to above, better to prepare and maintain different timetables such as, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ വരുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ്? ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ, ആക്ടിവിറ്റീസ് ടൈം ടേബിൾ, റൂം ടൈം ടേബിൾ, ഹോംവർക്ക് ടൈം ടേബിൾ. ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ. ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ എങ്ങനെ വരുന്നുണ്ട്? ടീച്ചർ ലെഷർ ടൈമില് സ്പെസിഫിക് ഓരോ ദിവസങ്ങളിൽ ഇന്ന പീരീഡുകളിൽ ടീച്ചേഴ്സിന് എന്തായാലും ഒരു പീരീഡ് നമ്മൾ ഒഴിവ് കൊടുക്കും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പീരീഡ് എടുക്കാനായിട്ട് പറയുന്നില്ല. അപ്പൊ ടീച്ചേഴ്സിന് അങ്ങനെ ലെഷർ ടൈമുമായി ബന്ധപ്പെട്ടപ്പോ അത് സ്പെസിഫിക് ആയിട്ട് ചെയ്യാനാണ് പറയുന്നത്. എല്ലാ ടീച്ചേഴ്സിന്റെ ലെഷർ ടൈം അടങ്ങുന്ന ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ടൈം ടേബിൾ. ആക്ടിവിറ്റീസ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ സ്പെസിഫിക് ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ചെയ്യുന്നത്, ഏതൊക്കെ പീരീഡുകളിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിന് മാത്രമായിട്ടൊരു ടൈം ടേബിൾ. ഓക്കെ, പിന്നെ റൂം ടൈം ടേബിൾ. റൂം ടൈം ടേബിൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ റൂം ടൈം ടേബിൾ 2 ക്ലാസ്സുകൾ കൂടി ചേർന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞില്ല നമ്മളാണ്.
യെസ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞിരുന്നു. ലാംഗ്വേജ് ക്ലാസ്സസ് മാത്രമല്ലാതെ എന്താണ് കമ്പ്യൂട്ടർ ലാബ് ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലെ, കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസ് വരുന്നത്, പിന്നെ എന്താണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ റൂംസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഏതൊക്കെ ദിവസങ്ങളിലെ ടൈം ടേബിളിലാണ് അത് ഉൾപ്പെടുത്തേണ്ടത്, അതായത് ആക്ടിവിറ്റി റൂം എന്തായിരിക്കണം, അതേപോലെ തന്നെ പ്ലേ ക്ലാസ് റൂമുകൾ ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് ടൈം ടേബിൾ തയ്യാറാക്കാം. പിന്നെ ഹോംവർക്ക് ടൈം ടേബിൾ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഹോംവർക്ക് ടൈം ടേബിള്? കുട്ടികൾക്കാണോ ടീച്ചേഴ്സിനാണോ? കുട്ടികൾക്കാണോ ഹോംവർക്ക് ടൈം ടേബിൾ? ഇവിടെ ടീച്ചേഴ്സിനാണ് കേട്ടോ. ടീച്ചേഴ്സിന് ബന്ധപ്പെട്ട ഹോംവർക്ക് കേൾക്കുമ്പോൾ കുട്ടികളുടെ ആണെന്ന് വിചാരിക്കുന്നത്, അവിടെ അങ്ങനെയല്ല കേട്ടോ. എന്താണ് ഹോംവർക്ക് ടൈം ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സിന് ചെയ്യുന്ന സ്കൂൾ ഡ്യൂട്ടീസിന് പുറമെ എന്താണ് അവർക്ക് ചെയ്യേണ്ട, വീട്ടിൽ പോയി ചെയ്യേണ്ട കുറച്ച് വർക്ക്സുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഹോംവർക്ക് ടൈം ടേബിൾസ് ഉള്ളത്. ഞാനും അങ്ങനെയുള്ള ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ടീച്ചേഴ്സിന് വേണ്ടിയായിട്ടാണ് പറഞ്ഞട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ട ആക്ടിവിറ്റീസിന് മാത്രമായിട്ട് എന്താണ് ഒരു ടൈം ടേബിൾ, അതാണ് ഹോംവർക്ക് ടൈം ടേബിൾ എന്ന് പറയുന്നത്. വീട്ടിൽ പോയി ചെയ്യാനുള്ള ആക്ടിവിറ്റീസുകളാണ്. ഓക്കെ, പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളത് കുട്ടികൾക്കാണെന്ന് വിചാരിക്കും. ഓക്കെ, നല്ല യെസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ടിവിറ്റീസ് ടൈം ടേബിൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദീസ് ആർ ദ 3 types of ടൈം ടേബിൾ. ഏതൊക്കെയാണ്? ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ആൻഡ് മാസ്റ്റർ ടൈം ടേബിൾ. ഓക്കെ, 3 ടൈപ്സുകളും നോർത്ത് വെക്കണം കേട്ടോ. ഇനി റൈറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കാനായിട്ട് അറിയാമോ? കുറച്ച് പേരിലേക്ക് പറയാൻ പറ്റും അല്ലെ? എന്നാൽ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫോർമാറ്റിൽ മാത്രം അറിയാം. നമ്മള് സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്, സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നോക്കാം. ഫ്രം നമ്മുടെ നെയിം ആൻഡ് അഡ്രസ് രേഖപ്പെടുത്താം. ദെൻ ടു ഏത് സ്കൂളാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം എഴുതാം, അല്ലെ കറസ്പോണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം എഴുതാം, സ്കൂളിന്റെ പേര് എഴുതാം, സ്കൂളിന്റെ അഡ്രസ് കൊടുക്കാം. ഫ്രമില് നമ്മുടെ അഡ്രസ്സും പേരും, ടൂവിൽ എന്താണ് അവരുടെ അഡ്രസ്സും സ്കൂളിന്റെ അഡ്രസ്സും പേരും കൊടുക്കാം. പിന്നെ സബ്ജക്ട് എന്ന് പറയുമ്പോൾ എന്ത് മാറ്റർ ആണ് നമ്മൾ അതിൽ കൊള്ളുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ഓക്കെ, സബ്ജക്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. പിന്നെ നമ്മൾ മാറ്റർ എഴുതുകയാണ്, എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. എന്താണ്? റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, I came to know that there is a vacancy for the teacher's post. I applied myself for the same. My biodata in the cover leaf. Being considered for the post, I will send a sincere and result-oriented hard work for the development of your school. നമ്മള് എന്താണ് ഇങ്ങനെ ഈ ഒരു സ്കൂളിൽ ഒഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അപ്പൊ ഞാൻ എന്റെ ബയോഡേറ്റ കാര്യങ്ങൾ ഇതിലൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഈ സ്കൂളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ, വളരെ സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ മാറ്റർ എഴുതേണ്ടത്. ഓക്കെ, ഈ സെയിം തന്നെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്കൂളിൽ അവിടെ ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, യെസ്. ദെൻ അതിനുശേഷം കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷം എന്താണ് താങ്ക് യു, യുവർ ഫെയ്ത്ത്ഫുള്ളി നെയിം ആൻഡ് സിഗ്നേച്ചർ കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒരു ആപ്ലിക്കേഷന്റെ ഫോം എന്ന് പറയുന്നത്. റൈറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ഒരു ജോബ് ആപ്ലിക്കേഷന്റെ ഫോർമാറ്റ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് എഴുതി പഠിച്ചു വെച്ചോളൂ. ഓക്കെ, മനസ്സിലായത്? യെസ് മിസ്. നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പോകുന്നുണ്ടോ? ഇപ്പൊ ജൂൺ തുടങ്ങി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? റീനേച്ചിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. കാരണം അതിൽ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോ തന്നെ അവര് ഓഫർ കൊടുത്തു എന്ന് പറഞ്ഞു. റീന പറഞ്ഞിരുന്നു, അല്ലാതെ നമ്മളുടെ കൂട്ടത്തിൽ വേറെ ആരില്ല. ശ്രീലക്ഷ്മിക്കും കിട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും പോസ്റ്റിൽ ഒഴിവുകൾ കാണുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഇപ്പൊ പഠിക്കാനുള്ള ഏകദേശം പഠിപ്പിക്കാനുള്ള എല്ലാ ക്വാളിറ്റീസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ.
യെസ്. അപ്പൊ അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഇതിലായിട്ടില്ല എന്നുള്ള ധാരണയിൽ ആരും ഇരിക്കുന്നത്. ഏതെങ്കിലും സ്കൂളിൽ വേക്കൻസി നിങ്ങൾ പഠിക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് ആരെങ്കിലും വഴി വന്നാലും എന്താണ് കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ കേട്ടോ, ഒരു പേടിയും വേണ്ട. അവിടെ ചെല്ലുമ്പോ 2 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ പിന്നെ നമ്മളത് യൂസ് ആവും. പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ആരും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ തട്ടിക്കളയണ്ട കേട്ടോ. എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകാതിരിക്കണ്ട. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ പോയിക്കോളൂ കേട്ടോ. Okay, teacher. ഇവിടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും സ്കൂളില്? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചർ, ഗസ്റ്റ് ആയിട്ടായിരുന്നു പോയത്. പിന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറുടെ അസിസ്റ്റന്റ് ആയിട്ടും അങ്ങനെ കുറച്ച് മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ടീച്ചേഴ്സിന്റെ ലീവിന്റെ ആപ്ലിക്കേഷൻ ആണ്. ലീവ് ആപ്ലിക്കേഷൻ ഇത് സ്കൂൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഒരു കോപ്പി സ്കൂളിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ലീവ് ആപ്ലിക്കേഷൻ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതിന്റെ ഒരു കോപ്പി, ഇത് എങ്ങനെയുള്ള ടീച്ചേഴ്സിന് മാത്രമാണ് ലീവ് ആപ്ലിക്കേഷൻ വരുന്നത്? പെർമനന്റ് ടീച്ചേഴ്സിന് മാത്രമേ സ്കൂളിൽ ലീവ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടിയുള്ളൂ. അല്ലാത്ത ടീച്ചേഴ്സിന് നമുക്കത് ജസ്റ്റ് ലീവ് ആണെന്നൊരു ലീവ് ലെറ്ററോ അല്ലെങ്കിൽ ഇതൊരു കാര്യം വിളിച്ച് മാത്രം പറഞ്ഞു. പെർമനന്റ് ടീച്ചേഴ്സിന് മാത്രമേ സ്കൂളിൽ നിന്ന് ലീവ് ലെറ്റേഴ്സ് തരുള്ളൂ. അങ്ങനെയാണ് മിക്ക സ്കൂളുകളും. ലീവ് അപ്രൂവ് ആക്കണമല്ലോ, എങ്കിൽ മാത്രമേ സാലറിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അധ്യാപകരുടെ അവധി അപേക്ഷയിൽ എന്തൊക്കെയാണ്? ഡേറ്റ്, പ്ലേസ്, സോറി കേട്ടോ, ഇത് ഇവിടെ വരുന്നതാണ് കേട്ടോ. ഡേറ്റും പ്ലേസും വരുന്നത് നമ്മുടെ ജോബ് ആപ്ലിക്കേഷന്റെ വരുന്ന ഭാഗം, ലാസ്റ്റ് ഭാഗമുണ്ട്. ഓക്കെ, ഫസ്റ്റ് നെയിം, അധ്യാപകന്റെ പേര്, പോസ്റ്റ് ആൻഡ് കോഡ്, ഹെഡ് ഓഫ് ദ ലീവ്. ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് ഓഫ് ദ ലീവ്, ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കാണ് അഡ്രസ് ചെയ്യേണ്ട? അവരാണോ? ആ, യെസ്, അവർക്ക്. അപ്പൊ നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മളെ സ്കൂളിനെ സംബന്ധിച്ച് ഹെഡ് മാസ്റ്റർ അല്ലെ പ്രിൻസിപ്പാൾ. ഓക്കെ, ദി ഡേറ്റ് ഫോർ വിച്ച് ദ ലീവ് റിക്വയർഡ്. നമുക്ക് അവധി ആവശ്യമായിട്ടുള്ള ഡേറ്റ് ഏതാണെന്നുള്ളത്. ഓക്കെ, അതോടെ മെൻഷൻ ചെയ്യണം. അതിന്റെ റീസൺ, അവധിയുടെ റീസൺ എന്താണെന്നുള്ളത് കാര്യങ്ങൾ. Then permitted number of days for leave under this head. Permitted number of days for leave under this head. അതായത് നമുക്ക് ഇത്ര ദിവസങ്ങൾ മാത്രമേ ലീവ് അനുവദിക്കുള്ളൂ. അല്ലെ, മാക്സിമം ടീച്ചേഴ്സിനൊക്കെ എത്ര അവധി ഉണ്ടാവും എന്ന് അറിയാമോ ഒരു മാസത്തില്? എത്ര അവധി എടുക്കാം? 2 ഓക്കെ, 2 അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10-15 ലീവ് വരെ. ടോട്ടൽ ഒരു 15 ലീവ് എങ്കിലും ഉണ്ടാവും അല്ലെ മൊത്തത്തില് ഒരു അക്കാദമിക് ഇയറിൽ 15 ലീവ് ഉണ്ടാവും. ഓക്കെ, യെസ്. ഇതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഡേറ്റുകൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അവധിക്ക് വേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യും. പിന്നെ ലീവ് ഓൾറെഡി ടേക്കൻ ബിഫോർ ദിസ്, ഇതിന് മുമ്പ് എടുത്ത ലീവ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, ലീവ് ഓൾറെഡി ടേക്കൻ ബിഫോർ ദിസ്, അത് ഡേറ്റ് എഴുതാം. Then balance of leave available. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ 15 ലീവ് ഒരു കൊല്ലത്തിലുണ്ടെങ്കിൽ ടീച്ചർ അതിന് മുമ്പ് ഇപ്പൊ ലീവ് എടുക്കാൻ പോണതിന് മുമ്പ് ഏതൊക്കെ ലീവ് എടുത്തിട്ടുണ്ടെന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഇപ്പൊ എടുക്കുന്ന ലീവും ബാക്കിയുള്ള ലീവുകൾ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ലെ, അവധിയുടെ ബാലൻസ്. ഓക്കെ, ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ ബിഫോർ ദിസ്, അത് നമ്മുടെ ഡേറ്റ് സഹിതം രേഖപ്പെടുത്തുക. Then signature of the applicant, ടീച്ചറുടെ സൈനുകളെ കൊടുക്കുക. ഓക്കെ, അത്രയാണ് ഇതിൽ വരുന്നത്, ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ ഈ ഒരു കോപ്പി ഉണ്ടാവും. എന്താണിത്? ഓഫീസ് യൂസിലാണ് അല്ലെ, ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണിത്, ഓഫീസ് യൂസിന്. ഇതൊക്കെയാണ് ഓഫീസ് യൂസിന്. ലീവ് പെർമിറ്റഡ് ഓർ നോട്ട് പെർമിറ്റഡ്. എന്താണ് ഇവിടെ 2 രീതിയിൽ കൊടുക്കുക. ഇപ്പൊ നമ്മളിവിടെ ഡേറ്റ് കൊടുത്തിട്ടില്ല, ഇത്ര ലീവുകൾ എടുത്തിട്ടുണ്ട്, ഇത്ര ലീവുകൾ കൃത്യമായിട്ട് ഡേറ്റ് കൊടുക്കുമ്പോ ആ ടീച്ചറിന് ലീവ് ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യും? ലീവ് എടുക്കാൻ പറ്റുന്ന പെർമിഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ ടിക്ക് കൊടുക്കുന്നത്? ലീവ് പെർമിറ്റഡ് ആണോ നോട്ട് പെർമിറ്റഡ് ആണോ? ലീവ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ലീവ് പെർമിറ്റ് ചെയ്യും. അല്ലാത്ത പക്ഷം എന്താണ്? ടീച്ചറിന് ഒട്ടും ലീവില്ല, കംപ്ലീറ്റ് ആയിട്ട് ടീച്ചർ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഈ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവും. ഓക്കെ,
നോട്ട് പെർമിറ്റഡ് എന്നായിരിക്കും എഴുതുന്നത്. ഇനി ഡേറ്റ് ഓഫ് പെർമിഷൻ. ഡേറ്റ് ഓഫ് പെർമിഷൻ എന്താണ്? ഡേറ്റ് ഓഫ് പെർമിഷൻ ഡേറ്റിലാണ്. പറഞ്ഞോ റഫീന എന്താ പറഞ്ഞേ? അല്ല, ഇന്ന് മുതലാ കൊടുക്കുന്നുള്ള ഡേറ്റ്. എന്ന് മുതലാണ് കൊടുക്കുന്നതിനുള്ള ഡേറ്റ് എഴുതാം. പിന്നെ ലീവ് വിത്ത് പേ, ലോസ് ഓഫ് പേ. ഇത് രണ്ട് പേ വരുന്നുണ്ട്. ലീവ് വിത്ത് പേ ഉണ്ട്, ലോസ് ഓഫ് പേയും വരുന്നുണ്ട്. എന്താണ് ലീവ് വിത്ത് പേ എന്ന് പറഞ്ഞാല്? ശമ്പളത്തോട് കൂടിയുള്ള ലീവാണോ? ശമ്പളത്തോട് കൂടിയുള്ള അവധി അല്ലെ? അതോടൊപ്പം തന്നെ എന്താണ്? ലോസ് ഓഫ് പേ ഉണ്ട് അല്ലെ? ശമ്പളം കിട്ടാത്ത രീതിയിലുള്ള അവധികൾ വരുന്നത്. അത് ഒരുപാട് ലീവ് എടുത്ത ടീച്ചേഴ്സിനാണെങ്കിൽ ലോസ് ഓഫ് പേ ആയിരിക്കും വരുന്നത്. അല്ലാത്തവർക്ക് എന്തായിരിക്കും? ലീവ് വിത്ത് പേയില് എന്താണ് സാലറി കിട്ടുന്നതായിരിക്കും. ആ ദിവസത്തെ സാലറി ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നെയിം ഓഫ് ദ സ്കൂള്, then whether separate acceptance letter for loss for pay is attached. ഇനി നമ്മള് ഈ പേയ്മെന്റിന്റെ കാര്യം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കും. ലോസ് ഓഫ് പേ ആണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അതിന്റെ ഒരു ലെറ്റർ ഉണ്ടായിരിക്കും. ലോസ് ഓഫ് പേ ആണെങ്കിൽ അതിന്റെ ലെറ്റർ ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് അതിന്റെ കാരണം ഉണ്ടായിരിക്കും. ശമ്പളം നഷ്ടപ്പെടുത്തിയതിന്റെ ഒരു കാര്യം, റീസൺ കൂടി ആ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അത് ഈ ആപ്ലിക്കേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ചാനൽ ഓഫ് അപേക്ഷിക്കുന്ന ചാനൽ ഏതാണ്? നമ്മള് നേരിട്ടാണ് കൊടുക്കാറുള്ളത്. അത് വേണ്ടുന്ന കാര്യമില്ല. നമ്മൾ നേരെ ഹെഡ് മാസ്റ്റർക്കായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും കൊടുക്കുന്നത്. ലീവ് അപ്ലിക്കൻസ് ഒന്നിന് ഹെഡ് മാസ്റ്ററിന് കൊടുക്കും, അല്ലെങ്കിൽ നേരെ ഓഫീസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. Then I verified the balance of leave it is എത്ര ദിവസം. നമ്മള് എന്താണ് നോക്കുന്നത്? ഞാൻ അവധിയെടുത്ത് ബാലൻസ് പരിശോധിച്ചു, എത്ര ദിവസമാണ് നമ്മളെ രേഖപ്പെടുത്തുക. അതിനുശേഷം എന്താണ്? സിഗ്നേച്ചർ ഓഫ് ദ ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് ദ നെയിം ആൻഡ് പോസ്റ്റൽ സീൽ. പിന്നെ ഫോർവേഡിംഗ് അതോറിറ്റിയുടെ പേരും സീലും അവിടെ രേഖപ്പെടുത്തുന്നു. ദെൻ അതിനുശേഷം എന്താണ്? ലീവ് സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും ടിക്ക് വരുന്നത്? എവിടെയായിരിക്കും ടിക്ക് വരുന്നത്? ലീവ് സാങ്ഷൻ, ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാങ്ഷൻ ആവും, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്ത് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ടിക്ക് കൊടുക്കുന്നത്. ഓക്കെ. Then last signature of the decoding authority with the name and the postal seal. Okay. പിന്നെ അതിനുശേഷം അതോറിറ്റിയുടെ സൈനും സീലും വെച്ചതിന് ശേഷം ഓഫീസ് പർപ്പസസിന്റെ യൂസ് അവിടെ കഴിയാണ്. ഇതാണ് ഒരു ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. സ്കൂളിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതിലെപ്പോഴും ഉണ്ട്, സ്കൂളിൽ ഉണ്ടായിരിക്കും. മിക്കവാറും പെർമനന്റ് ടീച്ചേഴ്സിനാണ്, സ്കൂളിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിന് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഡെയിലി വേജസിനോ റെസിഡൻസ് ടീച്ചേഴ്സിനൊന്നും ഇത് ബാധകമല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതാ എടുക്കേണ്ടത്? ഇതൊരു എളുപ്പമല്ലേ? നല്ല ചാപ്റ്റർ അല്ലേ അജിന? അജിന് ക്യാമറ ഓൺ ചെയ്ത് അറിയാതെയാണോ? മറന്നുപോയോ? അറിയാണ്ട് തൊട്ടുപോയതാ. അതുകൊണ്ട് ഞങ്ങളൊന്ന് കണ്ടു അജിനെ. മഴയൊന്നുമില്ലല്ലോ അവിടെ? പുറത്താണോ അജിന? മഴയില്ല, ഇപ്പൊ മഴ കുറവുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും. ഇനി യൂണിറ്റ് 7 ആണ് എടുക്കേണ്ടത്. ഏതാണ്? 6 എടുത്തിട്ടില്ല. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ്. 6 എടുക്കണം. ഓഫ് ദ ക്ലാസ് റൂം 6 എടുത്തിട്ടില്ല. 7 എടുത്തിട്ടില്ല. 7 എടുത്തോ? ഇല്ല മിസ്. 8 എടുത്തിട്ടുണ്ട്. ഗുഡ് മാനേഴ്സ്. 6 എടുക്കാതെ. 6 എന്താണ്? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. നമ്മളിത് വേറെ ക്ലാസ്സിലാണ് കേട്ടോ, ഇരിക്കുന്ന ക്ലാസ്സിലല്ല. ടീച്ചർ എപ്പോഴും അതേ ക്ലാസ്സിൽ തന്നെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ MT7 എപ്പോഴും ഈ ക്ലാസ്, ഈ സ്റ്റുഡിയോന്റെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ് ആണ് MT7ന്റെ. പഴയ ക്ലാസ്സിലാണ് നിങ്ങൾ എപ്പോഴും ഇരിക്കാറ്. ഇന്ന് പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ഇരിക്കുന്ന സ്റ്റാഫ് റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലാസ് ഉണ്ട്, അങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഓക്കെ ടീച്ചർ.
6 അല്ലേ? Structure of the classroom. Okay. കാണാമോ PDF? യെസ്. യെസ്. ഇപ്പൊ നമ്മൾ സ്കൂള് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ക്ലാസ് സ്ട്രക്ചർ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ? അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. ഫസ്റ്റ് വരുന്നത് റൂഫിംഗ് ആണ്. ക്ലാസ് റൂം റൂഫിങ്ങിനെ കുറിച്ചിട്ടാണ് ആദ്യം വരുന്നത്. ഏതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും there are 4 types of floor roofing ഉണ്ട്. റൂഫിംഗ് എന്താണെന്ന് അറിയാൻ നമ്മുടെ മേൽക്കൂരകൾ അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് RC സെന്ററിങ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, ടാച്ചഡ് റൂഫിംഗ്. ഓക്കെ, ടാച്ചഡ് റൂഫിംഗ് 4 എണ്ണം. എന്താണ് RC സെന്ററിങ് റൂഫിംഗ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ RC സെന്റർ എന്താണെന്ന്? Many of the schools are with RC centering and with one or two floors. People like to enter their kids to mostly this type of school only. Okay, RC centering. ഞാനൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും എന്താണെന്ന്. കോൺക്രീറ്റ് കേട്ടിട്ടുണ്ടെങ്കിലാണ്. കോൺക്രീറ്റ്. യെസ്. വാർത്ത് വെക്കുന്ന കെട്ടിടോ? റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനെയാണ് നമ്മൾ RC സെന്ററിംഗ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ചെയ്ത ക്ലാസ് റൂമുകളാണ് ഉള്ളത്. ഇതൊക്കെ കോൺക്രീറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളാണ്. ഓക്കെ, അതായത് റീഇൻഫോഴ്സ്ഡ് വലിയ എഴുതി വെച്ചോളൂ. റീഇൻഫോഴ്സ്ഡ് സെന്ററിങ്ങിനെയാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതാണ് RC എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. റീഇൻഫോഴ്സ്ഡ് REINFORCED reinforced concrete. Reinforced concrete. Yes. കോൺക്രീറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളുണ്ട്. അപ്പൊ കോൺക്രീറ്റ് ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചെന്താണ്? ഫ്ലോറുകൾ ഉണ്ടാവും അതിന് അല്ലെ? 1, 2, 3 ഫ്ലോറുകളായിട്ടായിരിക്കും ഉള്ളത് തരംതിരിച്ചിരിക്കുന്നത്. ടോപ്പ് ഫ്ലോർസുകൾ ഉണ്ടായിരിക്കും. People like to enter their kids to mostly this type of school only. അപ്പൊ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാരന്റ്സ് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള സ്കൂളിലേക്ക് വിടാനായിരിക്കും. കോൺക്രീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 നിലയുള്ള സ്കൂൾ, അതൊക്കെ എല്ലാവരും പ്രൗഡി എന്ന് പറയുന്നത്. അപ്പൊ ചിലർ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? RC സെന്ററിംഗിലായിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിലേക്ക് വിടാനാണ് എല്ലാ മിക്ക പാരന്റ്സുകളും എന്താണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺക്രീറ്റ് ക്ലാസ് റൂം നല്ലതാണെന്ന് പറയുന്നത്? നല്ല കൂടുതൽ ഉറപ്പുണ്ടാവും, ക്വാളിറ്റി ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉള്ള ക്ലാസ് റൂംസുകളായിരിക്കുള്ളൂ RC സെന്ററിംഗ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? അത് മനസ്സിലായോ RC സെന്ററിംഗ് എന്താണെന്ന്? മനസ്സിലായി. ടൈൽ റൂഫിംഗ്. ടൈൽ റൂഫിംഗ് എന്താണ്? ടൈൽ most of the classroom of all the types of schools have a tile roof only. Correlate with the RC roofing, this type of width we have arranging the false roof may solve the problem to an extent. Okay, tile roofing എന്താണ്? ടൈൽ മൂട് മെയിൻ സ്കൂളുകൾ കണ്ടിട്ടില്ല നിങ്ങള്? ഓഡിറ്റ് പഴയ കാലഘട്ടത്തിലായിരിക്കും കൂടുതൽ. ഇപ്പോഴും ഉണ്ട്, ചില സ്കൂളുകളിലൊക്കെ കാണാനുണ്ട് അല്ലെ? പഴയ സ്കൂളുകളിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അതില് പക്ഷെ RC റൂഫിംഗ് കൂടി രണ്ടും കൂടി കോറിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഴയ സ്കൂളുകളിൽ ഓഡിറ്റ് സ്കൂളുകൾ ഉണ്ടാവാം, അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ചെയ്ത ക്ലാസ് റൂമുകൾ അതിന്റെ കൂടി ഉണ്ടാവാറുണ്ട്. അത് രണ്ടും കൂടി ഇന്റർഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് സ്കൂൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ RC സെന്ററിന്റെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിനകത്ത്? അതായത് ചൂടായിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ arranging the false roof may solve the problem to an extent. അപ്പൊ രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ടൈലും കോൺക്രീറ്റും കൂടി. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് എന്താണ് 2 രീതിയിൽ ക്ലാസ് പോയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല കുട്ടികൾക്ക് അല്ലെ? നല്ല രീതിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മിക്സ്ഡ് ആയിട്ടാണ് പല സ്കൂളിലും കാണുന്നത് അല്ലെ? പൊതുവെ ടൈൽ ഇപ്പൊ കുറവാണ് അല്ലെ? ഓഡിറ്റർ ക്ലാസ് റൂം അധികം കാണാറുണ്ട് നമ്മള്. പഴയ സ്കൂളുകൾ അല്ലെങ്കിൽ എല്ലാം ഒട്ടും പുരോഗമനങ്ങളൊന്നും ഇല്ലാത്ത സ്കൂളുകളൊക്കെ മാത്രമാണ് ശരിക്കും ഇപ്പൊ. പക്ഷെ ഇപ്പോഴും ഗവൺമെന്റ് സ്കൂളുകളിൽ, പഴയ ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പോഴും എന്താണ് ഓഡിറ്റർ ക്ലാസ് റൂമുകൾ ഇപ്പോഴും ഉണ്ട്.
സ്കൂളുകൾ മാത്രമല്ല ചില കോളേജസ് ഉണ്ട്. ചില കോളേജസിന്റെ ഭാഗങ്ങളിൽ ഓഡിറ്റ് ക്ലാസ് റൂംസുകൾ ഉണ്ട്. ഓക്കെ, ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നു അത്. യെസ്. അപ്പോ ടൈൽ റൂഫിംഗ് വരുന്നുണ്ട്, RC സെൻട്രിങ് റൂഫിംഗ് വരുന്നുണ്ട്. അടുത്തത് എന്താണ്? ഷീറ്റ് റൂഫിംഗ്. എന്താണ് ഷീറ്റ് റൂഫിംഗ്? ഷീറ്റ് റൂഫിംഗ് മേ ബി സിമന്റ് ഷീറ്റ് റൂഫിംഗ് അതല്ലെങ്കിൽ എന്താണ് ആസ്ബെറ്റോസ്. ആസ്ബെറ്റോസ് കേട്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓർ ടിൻ ഷീറ്റ് റൂഫിംഗ്, ലൈറ്റ് റൂഫിംഗ്. അതായത് ഷീറ്റ്, ആസ്ബെറ്റോസിന്റെ ഷീറ്റ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷീറ്റ് വെച്ചിട്ടുള്ള സ്കൂളുകൾ ഉണ്ടാകും, ക്ലാസ് റൂമുകൾ ഉണ്ടാകും. Generally, the classroom with the sheet roofing are made like sheds only. അപ്പൊ ഇങ്ങനെയുള്ള ഷീറ്റ് റൂഫ് ചെയ്ത ക്ലാസ് കാണുമ്പോൾ നമുക്ക് അതൊരു ഷെഡ് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് അല്ലെ. അതായത് ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്ന റൂഫുകൾ കാണുമ്പോൾ ഷെഡിന്റെ രൂപം. ഷെഡ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഷെഡ്. യെസ്. ഈ ബാക്കിയുള്ള റൂഫിങ്ങിനെ പോലെ ആയിരിക്കില്ല. ഷീറ്റ് കൊണ്ട് മറച്ചെന്നാൽ തന്നെ അതൊരു ഷെഡിന്റെ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കും. ചിലതിൽ ഷീറ്റ് ആയിരിക്കാം, മറ്റേ ആസ്ബെറ്റോസ് അല്ലാതെ തന്നെ മറ്റ് ഷീറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കവർ ചെയ്യുന്ന ക്ലാസ് റൂംസുകളുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ടാച്ചഡ് റൂഫിംഗ്. എന്താണ് ടാച്ചഡ് റൂഫിംഗ് എന്ന് പറയുന്നത്? മേൽക്കൂര ഓല മേഞ്ഞിട്ടുള്ള, മേൽക്കൂര മേഞ്ഞ അല്ലെങ്കിൽ ഓല മേഞ്ഞിട്ടുള്ള ക്ലാസ് റൂമുകൾ ഏറ്റവും പണ്ടത്തെ സിസ്റ്റം ആണ് അല്ലെ. ഏറ്റവും പണ്ടത്തെ ക്ലാസ് റൂമുകളാണ്. So it can provide good health to person deciding under it. അപ്പോ ഈ നോലമേന്റെ ക്ലാസ് റൂമിന്റെ അടിയിൽ ഇരിക്കുന്നത് കൊണ്ട് നല്ലൊരു ഹെൽത്ത് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. People normally consider the school having thatched roofing as a poor school. അപ്പൊ ആൾക്കാര് ഈ നോലമേന്റെ ക്ലാസ് മുറികളെ കാണുമ്പോൾ എന്താണ് പറയുന്നത്? ഏറ്റവും പുവർ ആയിട്ടുള്ള സ്കൂളുകളായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഓലമേഞ്ഞ സ്കൂളാണ്, അവിടെ അധികം പുരോഗമനമൊന്നുമില്ല, കുട്ടികളെ എങ്ങനെ അവിടെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവർ കാണുന്നത്. ഓക്കെ, പക്ഷെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമുകളാണ് ഇത് ടാച്ചഡ് റൂഫിംഗ് എന്ന് പറയുന്നത്. ആരോഗ്യപരമായിട്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല ക്ലാസ് റൂംസുകൾ പറയുന്നത് ഓലമേഞ്ഞതാണ്. അതിനടിയിൽ ഇരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പക്ഷെ പാരന്റ്സ് കൺസിഡർ ചെയ്യുന്നത് അതൊരു അങ്ങനെയുള്ള ഓലമേഞ്ഞ സ്കൂളുകളൊക്കെ പുവർ സ്കൂൾ, പാവപ്പെട്ട സ്കൂളുകൾ അല്ലെങ്കിൽ കഴിവില്ലാത്ത സ്കൂളുകൾ എന്ന രീതിയിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കാലാവസ്ഥയിലാണെങ്കിൽ ഈ ഓലമേഞ്ഞ ഇതൊക്കെ ഒരു ദിവസം ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് പിന്നെ എന്താ പറയാ, മഴയൊന്നും അത്ര ഭീകരമായിരുന്നില്ല. അതെ, ഇപ്പോഴത്തെ കാലത്ത് ഭീകരമാണ്. വെക്കുന്ന ദിവസം തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടാവും അല്ലെ. ഇവിടത്തെ കാലത്ത് ഞങ്ങളുടെ അടുത്തുള്ള സ്കൂള് മൊത്തത്തിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. പഠിത്തമൊന്നും ഇല്ലാഞ്ഞിട്ട് ഇന്നലത്തെ കാറ്റില് മിസ്സിന് ക്ലാസ് കഴിയുന്നതിന് 3 മണിയായപ്പോ ഇവിടെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കറണ്ടൊന്നും ഇല്ല. പോസ്റ്റൊക്കെ വീണ് മരങ്ങളൊക്കെ വീണ് മിക്ക ഏരിയയിലും വീടുകളുടെ മണ്ടയ്ക്കെല്ലാം മരങ്ങളൊക്കെ വീണ് പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുണ്ട്. സ്കൂളൊരു LP സ്കൂൾ ഉണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് ഇടിഞ്ഞു വീണു. അങ്ങനെ എല്ലാം ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയുണ്ട്. സംയുക്ത വർമ്മയുടെ സംയുക്ത വർമ്മയുടെ സിനിമ, അതിലെ ഒരു ഓലമേഞ്ഞ ക്ലാസ് റൂമാണ്. കാറ്റടിച്ചതിന് ശേഷം അതിങ്ങനെ നശിച്ചു പോകുന്ന കണ്ടിട്ടുണ്ട്. നല്ലൊരു സിനിമയല്ലേ അത്? കാട്ടുമാക്കാനുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ടീച്ചർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പണ്ട് മോഹൻലാലിന്റെ നല്ലൊരു സിനിമ. ശരിക്കും ഇപ്പൊ മഴയത്തൊക്കെ കാണാൻ പറ്റും. അതേപോലെ മഴയെന്നൊരു സിനിമയുണ്ട്, സംയുക്ത വർമ്മയുടെ മഴ. പക്ഷെ സ്കൂൾ ഇടിഞ്ഞു പോകുന്നത് ഈ ഒരു സിനിമയിലാണ് അല്ലെ, അതിലെ നമ്പർ കാറ്റില്. അതില് നല്ലൊരു പാട്ടുണ്ടല്ലോ, മുന്തിരി ചേലുള്ള പെണ്ണെ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിലെ നമ്പർ കാറ്റിലല്ലേ? അതെ, മുന്തിരി ചേലുള്ള പെണ്ണെ. ടീച്ചർ 2 ലൈൻ പാടുമെന്ന് കേൾക്കട്ടെ. ഞാൻ ഈ ക്ലാസ്സിൽ പാടിയിട്ടില്ലല്ലോ. ഇല്ല, ഒരു നല്ല പാട്ട്, ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം, അതൊക്കെ അതിലെ പാട്ടുകളാണ്. നല്ലൊരു പാട്ടുകളുണ്ട്. വേണ്ട ഗീത, ഇപ്പൊ പാട്ട് നല്ല ശബ്ദമൊക്കെ നല്ല തൊണ്ടവേദനയുണ്ട്. പാടി കഴിഞ്ഞാൽ ശരിയാവില്ല. വേറൊരു ദിവസം പാടാം കേട്ടോ. ടീച്ചറെല്ലാം ചെയ്യാന്ന് പറയുന്നല്ലാതെ ക്ലാസ് ഇപ്പൊ കഴിയാറായി, ഇനി ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ഫോട്ടോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഞങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ചിന്റെ പ്രോഗ്രാമിന് ഞാനും വേറെ ടീച്ചറും കൂടി ഒരു പാട്ട് പാടി.
ഒരു പേടിയൊന്നും ഉണ്ടായില്ല. എന്തായാലും മോശമാണെന്ന് അറിയാം. പക്ഷെ ഞങ്ങൾ പാടി. പക്ഷെ നമ്മൾ പാടി ഭയങ്കര ലക്കായി പോയി പാടി കഴിഞ്ഞപ്പോ. ഡാൻസ് മാത്രമാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഈ പ്രാവശ്യം പാട്ടൊക്കെ വെച്ച് പാടാം. പാട്ട് ഏത് പാട്ട് പാടണം പറഞ്ഞു പാടാം. പഴയ പാട്ട് പറയാം. ടീച്ചർക്ക് കംഫർട്ടബിൾ എന്ന് വിചാരിച്ചാല് അത് പാടിയാലും മതി. നമ്മൾ പറയുന്നില്ല, ടീച്ചറുടെ ഇഷ്ടത്തിന് പാടിക്കോ. പഴയ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പഠിക്കാം. പഴയ പാട്ട്. എനിക്ക് പഴയ പാട്ടാണ് ഇഷ്ടം. ഞാൻ പഴയത് പാടും. കുറെ കളക്ഷൻസ് ഉണ്ട്. പൊന്നൊരുകും പൂക്കാലം എന്നാണ് പാട്ട് കേട്ടിട്ടുണ്ടോ? പൊന്നൊരുകും പൂക്കാലം എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, മിസ് പാടിയിട്ട് ഞങ്ങളെ കേൾക്കാം. കേട്ടിട്ടുണ്ടോ? പൊന്നൊരുകും പൂക്കാലം കാണാൻ വന്നു. പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി തന്നു. കൂടെ പ്രാവെല്ലാം മാറി പോകേ. പൊന്നൊരു പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി തന്നു. കൂടെ പ്രാവെല്ലാം മാറി പോകേ. ലാലാ ലാലാ ലാലാ. നന്നായിട്ടുണ്ട് മിസ്. വെരി ഗുഡ്. എനിക്ക് ഉഷക്കറിയാൻ പറ്റിയ പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ ഷാനി? ഉണ്ട് ഉണ്ട് ഉണ്ട്. സുഹാസിനിയുടെ ഒരു പാട്ടാണ്. ടീച്ചർ പാടി കേട്ടോ, നന്നായിട്ട് പാടി. താങ്ക് യു. Congratulations. പാട്ട് പാടാറുണ്ട്. സ്കൂളിൽ പാടിപ്പിക്കാറുണ്ട് പിള്ളേരെ കൊണ്ട്. കൂടെ എവിടെയെന്നുള്ള മൂവിയിലെ പാട്ടാണ്. അതെ ശരിയാണ്. നിങ്ങൾ ആടിയ കാറ്റ് എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ആ സിനിമയിലെ പാട്ടാണ്. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്ന ഒത്തിരി ഒത്തിരി പാട്ടുകൾ. ഓക്കെ. പഴയതായിരിക്കും. പഴയ ഇതിപ്പോ ടീച്ചർ പാടിയത് ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിയാനായി. ഇനി അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും ചുരുങ്ങിയത് ഒരു അത്രയല്ലേ പാടാനുള്ളൂ. അതുകൊണ്ടാ പാടിയത്, അല്ലെങ്കിൽ പാടില്ല എന്തായാലും. ഇല്ല, എന്നാലും നമുക്ക് ജൂൺ വരെ ഒരു സമയമുണ്ട്. പേടിക്കണ്ട. നിങ്ങൾക്കും അവസരമാണ്. ഇനി ക്ലാസ്സുകൾ ഇതുപോലെ പാടാൻ അവസരം കിട്ടില്ല. നിങ്ങൾക്കും പാടാം. പാട്ടൊക്കെ പാടണമെങ്കിൽ ടീച്ചർ ഒരു ഓവറോൾ ആണ്. ടീച്ചർ ഒരു ഓവറോൾ ആണ്. ഡാൻസ് അറിയാം, പാട്ടറിയാം, പഠിപ്പീര് സൂപ്പർ. ഓഹോ, അതല്ലേ നമ്മൾ ടീച്ചേഴ്സ് ആയത്. അതുകൊണ്ടാണ്. നല്ല ചിരിയല്ലേ വിഷയിച്ച്? എപ്പോഴും അതെ 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 അതെ. ക്യൂട്ടാണ്, ക്യൂട്ടാണ്. താങ്ക് യു. Cute and very young also. 7-ലാണ് അല്ലെ നമ്മള് ഫസ്റ്റ് കേരള പിറവിയാണെന്നാണ് ആഘോഷിച്ചത് അല്ലെ? ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോ ഓർക്കുന്നുണ്ടോ നിങ്ങള്? ടീച്ചർ അന്ന് ഞെട്ടിപ്പോയിരുന്നില്ല അല്ലെ? ഞെട്ടിക്കുന്നില്ലേ ടീച്ചർ നമ്മുടെ ടീച്ചറിനെ? അന്ന് ഞാനൊരു പാട്ട് പാടി. അന്ന് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും പാട്ട് പാടി, കഥകൾ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. കുറെ പേരുണ്ടായിരുന്നു ക്ലാസ്സില്. അന്ന് ഉണ്ടായിരുന്ന കുറെ പേര് ഇന്നുണ്ട്, കുറച്ച് പേര് അല്ലേ? അന്ന് നിങ്ങൾ ഡെയിലി ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കേരളപ്പിറവിയിലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ഞാൻ ഓർക്കുന്നു. നവംബറുള്ളത്. എന്തോ അതൊക്കെ ഒരു കാലം. അതെ, അതൊക്കെ ഒരു കാലം കഴിഞ്ഞു അല്ലേ? പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കടന്നുപോയി. ഒരു യാത്ര. പക്ഷെ നിങ്ങൾ ക്ലാസ്സിൽ കുറച്ച് പേരുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ. കുറെ പേരെ കൂടി വേണമെന്നായിരുന്നു. പക്ഷെ അതുകൊണ്ട് തൃപ്തിയാണ്, കുഴപ്പമൊന്നുമില്ല. അത്രയും പേര് ക്ലാസ്സിൽ ഉണ്ടായിട്ടേ പെട്ടെന്ന് ആ ടൈമൊക്കെ 60 പേരൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സില്. ഉണ്ടായിരുന്നു.
പിന്നെ ഒരിടയ്ക്ക് വെച്ചിട്ട് 30-35 നിന്നു അല്ലെ, 30-35 കണ്ടിന്യൂസ് ആയിട്ട് കുറെ നാൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ചുരുങ്ങിയതാണ് ഇപ്പൊ 15 പേര്. ക്ലാസ് കാണുന്നുണ്ട് മിസ്സേ. റെക്കോർഡ് കാണുന്നുണ്ട്. റെക്കോർഡ് കാണുന്നവർക്ക് വേണ്ടി പറയാണ്, ഞങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ കേൾവിയില്ല, നിങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ലൈവ് ഇന്ററാക്ഷൻസ് പോലെയല്ല ഒരിക്കലും റെക്കോർഡിങ് അല്ലെ. ലൈവ് ഇന്ററാക്ഷൻസ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ക്ലാസ്. ലൈവ് ക്ലാസ് ആകുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനൊക്കെ പറ്റും. റെക്കോർഡ് ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര കണ്ടു തീർക്കൽ ഒരു പാടാണ്. കാരണം ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം, അങ്ങനെയുള്ള ഒരു ഇത്. അതെ അതെ. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ അവസരങ്ങളൊക്കെ നിങ്ങളെ കേട്ടോ, ഞാൻ അവരോടാണ് പറയുന്നത്. നിങ്ങളുടെ അവസരങ്ങളൊക്കെ ഇനിയിപ്പോ കഴിഞ്ഞു. നമ്മൾ ഇന്ററാക്ഷൻസ് ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇന്ററാക്ട് ചെയ്തെങ്കിൽ കുറെ പേരുകളുണ്ടെങ്കിൽ കുറച്ചും കൂടി രസകരമായിരുന്നു ക്ലാസ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താണ്, ഇനിയിപ്പോ അടുത്ത മാസത്തോടു കൂടി നമ്മുടെ ക്ലാസ് തീർന്നു. അടുത്ത മാസം എന്ന് പറയാനില്ല, നാളെ 31 ആയല്ലേ, കഴിഞ്ഞു ഏകദേശം. ഇനിയിപ്പോ നാളെ നിങ്ങളുടെ 85-കാരുടെ പ്രാക്ടിക്കൽസ് ആണ് ഇവിടെ വെച്ചിട്ടാണ്. ചിലപ്പോഴേ നടത്തുള്ളൂ, മഴ ആയതുകൊണ്ട് കുറെ പേർക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉണ്ടോ? ഇതിപ്പോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ആരെങ്കിലും തുടങ്ങിയായിരുന്നോ പ്രാക്ടിക്കല്? ഇല്ല ഇല്ല, തുടങ്ങിയിട്ടില്ല. നമ്മളുടെ ക്ലാസ് ഇപ്പം ജൂണിൽ കംപ്ലീറ്റ് ആയാലും എക്സാം എന്തായാലും ഓഗസ്റ്റില് അങ്ങനെയല്ലേ ഉണ്ടാവും ടീച്ചർ? അങ്ങനെയായിരിക്കുമോ? ഇല്ല, പ്രാക്ടിക്കൽസ് കഴിഞ്ഞതിന് മുമ്പായിട്ട് ചിലപ്പോ മോഡൽ എക്സാം ഉണ്ടാവും. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് മെയിൻ എക്സാം അത് കഴിയുമ്പോഴേക്കും വരുള്ളൂ. 75-ന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 75-ന്റെ ഓക്കെ. ഒറിജിനൽ എക്സാമോ? ഒറിജിനൽ എക്സാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കണ്ടക്ട് ചെയ്യും. പിന്നെ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല, നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. ഇപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? കിട്ടിയായിരുന്നോ? കിട്ടിയിരുന്നോ? നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. ഇല്ലാത്ത പക്ഷെ ഇവിടെ അറിയിക്കാം. വന്നിട്ടില്ലെങ്കിൽ എന്നോട് ക്ലാസ്സിൽ കയറുമ്പോൾ പറയാം. അതിന്റെ നോട്ട്സ് ഇല്ലെങ്കിൽ പറയാം. ഓക്കെ. വൈവ ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് എടുക്കുന്നത് മിസ്സേ? വൈവ ജസ്റ്റ് ടീച്ചറും ആയിരിക്കുള്ളൂ. ഒരാളെ ഉള്ളായിരിക്കും. ഒരാളായിരിക്കും, അത് ടീച്ചറാണ് ചെയ്യാറ്. ടീച്ചർ തന്നെ ആയിരിക്കുള്ളൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഡിസംബർ, ജനുവരി, നവംബർ, ജനുവരി, ഫെബ്രുവരി, ഒരു 7 മാസം കഴിഞ്ഞല്ലേ നിങ്ങളുടെ ക്ലാസ് അല്ലേ? 8 months ആയില്ലേ? നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഈ പാട്ടിലോട്ടൊക്കെ പോയത്. നമ്മള് എന്ത് പറഞ്ഞപ്പോഴാണ്? ഓല മെയിന്റെ ക്ലാസ്സിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത്. ഓക്കെ. പിന്നെ ഒരു ക്ലാസ് റൂമും കൂടി ഉണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്. അത് ഏത് ക്ലാസ് ആണെന്ന് അറിയാവോ നിങ്ങൾക്ക്? എനിക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ല. Classes അല്ലേ? Apart from this, sometimes the classes are taken in the open air, possibly under trees. This can also be called tree roofing classes. മരച്ചുവട്ടിൽ ഇരുന്ന് എത്ര പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. നോ ടീച്ചർ, നമ്മൾക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഇല്ല. എപ്പോഴും ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇത് എവിടെയാ പഠിച്ചത്? ഭൂമിയിലല്ലേ? ടീച്ചർ, ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്. പക്ഷെ നമ്മൾക്ക് ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. ആകെ ഡ്രിൽ പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന് മാത്രമാണ് പുറത്തുകൊണ്ട് പോവാറ്. അങ്ങനെ പഠിപ്പിക്കാനൊന്നും കൊണ്ടുപോകാറില്ല. ഫുൾ ക്ലാസിന്റെ ഉള്ളിൽ തന്നെ. എന്റെ സ്കൂളിൽ 2 വലിയ നല്ല ഒന്നിച്ച് മരങ്ങളുണ്ടായിരുന്നു, തട്ടിയമാരായ മരങ്ങള്. അതിന്റെ ചുവട്ടിൽ അതിന്റെ വേരുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക. അപ്പൊ ഓരോ കുട്ടികൾക്ക് അതിന്റെ ഇടയിലൊക്കെ വന്ന് ഇരിക്കായിരുന്നു. നല്ല ഭംഗിയുള്ള മരമാണ്. വെട്ടി കളഞ്ഞു. ഇപ്പൊ സ്കൂളിൽ അതില്ല, കംപ്ലീറ്റ് കട്ട് ചെയ്തവര്. ആ സമയത്ത് ടീച്ചർ മിക്കവാറും മലയാളം ക്ലാസ്സിലെ ടീച്ചർ അല്ലെങ്കിൽ പാട്ട് ടീച്ചറൊക്കെ അവരൊക്കെയാണ് പുറത്തോട്ട് കൊണ്ടുവരാറ്. പിന്നെ സയൻസ് ടീച്ചർ കുറച്ച് നേരം ഇരിക്കും. പക്ഷെ അതൊരു രസമാണ്. എല്ലാവരും കൂടി മണ്ണില് ചടഞ്ഞു കൂടി ഇരുന്ന് ടീച്ചർ അവിടെ ഒരു കസേര എടുത്തിട്ടിരിക്കും. ചിലപ്പോൾ ടീച്ചർ ഇരിക്കാറില്ല, ചുറ്റിലും നടന്ന് നമ്മുടെ ക്ലാസ് എടുക്കും.
അതൊക്കെ എന്നും നല്ലൊരു ഓർമ്മയാണ്. ഓക്കെ, അപ്പൊ അത് ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് കിട്ടാത്ത ഒരു ഫീലിംഗ് ആണ്. ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോ ഞാൻ ഇതേ സെയിം സംഭവം സ്കൂളിൽ ഞാൻ ചെയ്യിപ്പിച്ചു. ഞാൻ പോയപ്പോ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. അപ്പൊ അത് 8th സ്റ്റാൻഡേർഡിലെ കുട്ടികളായിരുന്നു കേട്ടോ. പക്ഷെ വില്ലന്മാരാണെങ്കിൽ ഞാൻ ഒരു PT പീരീഡിൽ കൊണ്ടുപോവാതെ ഒരു മരം, ചെറിയൊരു മരമുണ്ട്, ചെറിയൊരു പ്ലാവ്, ഇപ്പൊ വളർന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, അതിന്റെ താഴെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് മിണ്ടാതൊന്നും ഇരിക്കുന്നുണ്ടായില്ല. പക്ഷെ കുറെ പറഞ്ഞ് എങ്ങനെയോ ഞാൻ അടക്കി ഒതുക്കി ഇരുത്തി. പക്ഷെ അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഇങ്ങനെ മനസ്സുവീട്ടിൽ ഇരിക്കുന്ന പഴയ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വളരെ. പക്ഷെ അവർക്ക് ആ ഒരു ഫീൽഡിലേക്ക് വരണമെങ്കിൽ നമുക്ക് കുറെ പറഞ്ഞു കൊടുക്കേണ്ട, അവർക്ക് അത് ഇപ്പോഴും കിട്ടില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ അടങ്ങി ഒതുങ്ങി ഇരുന്നുണ്ടോ. പിന്നെ വേറെ പോർഷൻസ് ഒക്കെ എടുത്ത് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ബെല്ലടിക്കുന്ന വരെ പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല. ബോയ്സ് ചില കുടുംബന്മാരുണ്ടാവും അല്ലെ, അങ്ങനെ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മരച്ചുവട്ടിൽ ഇരുന്ന് പഠിക്കാനും ഇരുന്ന് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ തരുന്ന സ്കൂൾ ടൈപ്സ് റൂഫിംഗ് ടൈമിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു രീതിയാണ് എന്താ റൂഫിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് ആണ് പറഞ്ഞത്. ഒന്ന് RC സെൻട്രിങ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, ടാച്ചഡ് റൂഫിംഗ്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ റൂഫിംഗ്? യെസ് മിസ്. ഇനി ഫ്ലോറിംഗ്. Flooring. Whatever may be the roofing, the flooring is normal to be cement. The mud flooring, even it is treated by cow dung, will make the legs and dress of the students dirty. So a lot of problems arise in it. So what Madam Montessori insists the students sit on the floor. Parents expect only furniture. If the furniture is not available, the teacher should spread something like a mat or carpet on the floor. എന്താ പറയുന്നത്? ഫ്ലോറിംഗ്. ഇത് നമ്മൾ നോർമൽ റൂഫിന്റെ അടിയിലുള്ള റൂഫിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നോർമൽ റൂഫിന്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് മിക്കവാറും സിമന്റ് ആയിരിക്കും അല്ലെ. മിക്ക സ്കൂളിലും സിമന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു പരിധി വരെ. പിന്നെ മഡ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു. മഡ് ഫ്ലോറിംഗ് എന്താണ്? മഡ് കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്ലോറിംഗ് കണ്ടിട്ടില്ലേ നിങ്ങള്? കളിമൺ ഫ്ലോറിംഗ്. ടീച്ചർ, പിന്നെ ചരടില്ലേ, ചുവന്ന മണ്ണ്, അതിന്റെ ഫ്ലോറിംഗ്. യെസ്, ചുമന്ന മണ്ണില്. പിന്നെ അതുപോലെ കൗണ്ടങ്ങിന്റെ ഫ്ലോർ ഉണ്ട്, അത് ചാണകം മെഴുകിയ സ്കൂളുകൾ ഉണ്ടാവും. യെസ്, അതുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ. ഞാൻ പഠിച്ച സ്കൂളില് ആ കൗടങ്ങിന്റെ ആയിരുന്നു. ആ കാലത്തൊന്നും നമ്മൾ തന്നെയായിരുന്നു എല്ലാം ക്ലീൻ ചെയ്യാറ്. ഇപ്പോഴത്തെ പോലെ ആരും ഹെൽപ്പ് ചെയ്യില്ല. ഇപ്പൊ എല്ലാ സ്കൂളിലും അത് ചെയ്യാനായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ തന്നെയായിരുന്നേ. അത് എല്ലാ ഫ്രൈഡേ ആകുമ്പോൾ ഒരുപാട് സമയം ഉണ്ടാവില്ല. 12:30 to 2 o'clock വരെ ബ്രേക്ക് ആണ്. പള്ളിയിലൊക്കെ പോകണ്ടേ കുട്ടികള്, അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ബ്രേക്ക് കൊടുക്കുമല്ലോ. അന്നാണ് ഈ കലാപരിപാടികൾ. നമ്മൾ തന്നെ പോകണം, ഇത് ചാണകം വാരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വന്ന് അത് ഭയങ്കര. ബോയ്സ് ഒക്കെ ഡെസ്കും ബെഞ്ചൊക്കെ പിടിച്ച് പുറത്ത് കൊണ്ടുവെക്കും. ഗേൾസിനാണ് ഈ പരിപാടി. നമ്മളിങ്ങനെ ചൂലെടുത്തിട്ട് അതിനെ കൊണ്ട് അടിച്ച് അതിനെ സെറ്റാക്കി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇത് പ്രതീക്ഷിച്ചില്ല ഞങ്ങള് ദീദിയുടെ കയ്യിൽ. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ മഡ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്ന കൗഡഗിന്ന് വെച്ചിട്ട് ഫ്ലോർ ചെയ്യാറുണ്ട് അല്ലെ, ചാണകം മെഴുകിയ സ്കൂളിൽ. ഇപ്പം മേൽക്കൂര വേണ്ടുന്ന സ്കൂളിൽ അല്ലെങ്കിൽ ഓല വേണ്ടുന്ന സ്കൂളിന് താഴെയായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ ക്ലാസ് റൂഫിംഗ് കാണാറല്ലേ, ഫ്ലോറിംഗ് നമ്മൾ കാണാറുള്ളത്. ഓക്കെ, പിന്നെ ഈ ഷെഡ് പോലത്തെ ക്ലാസ് റൂമിൽ ഇടാറുണ്ട് അല്ലെ. ഷീറ്റ് വെച്ച് മറിച്ച സ്കൂളിന്റെ തറ എങ്ങനെയായിരിക്കും? ചിലത് ചാണകം മെഴുകിയതായിരിക്കും, അതേപോലെ തന്നെ മഡായിട്ടുള്ള ഫ്ലോറിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ക്ലാസ് റൂമുകളൊക്കെ വന്നു തുടങ്ങിയപ്പോ എന്താണ്, കുട്ടികളുടെ കൈകാലുകളൊക്കെ ഡേർട്ടി ആവുന്നതാണ്, അഴുക്കാവാനുള്ള ഒരു പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരുടെ മേലത്ത് യൂണിഫോംസ് ഒക്കെ ചീത്താവാനായിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടായി. അപ്പൊ അത് ഒരുപാട് പ്രോബ്ലംസ് സൃഷ്ടിച്ചു. അതായത് പാരന്റ്സിന്റെ ഇടയിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. പിന്നീടാണ് എന്താണ് മോണ്ടിസോറി പറയുന്നത് ഇൻസിസ്റ്റ് സ്റ്റുഡൻസ് ഇസ് സിറ്റ് ഓൺ ദ ഫ്ലോർ. പക്ഷെ മോണ്ടിസോറി തന്റെ കോൺസെപ്റ്റ് ഫോർമേഷൻ ചെയ്ത സമയത്ത് എങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നാണ് പറഞ്ഞത്? കുട്ടികള് സിറ്റ് ഇൻ ഫ്ലോർ അല്ലെ, കുട്ടികള് തറയിലിരുന്ന് പഠിക്കണം അല്ലെ, കുട്ടികളെ തറയിലിരിക്കണം എന്നാണ്. പക്ഷെ പാരന്റ്സ് എക്സ്പെക്ട് ഓൺലി ഫർണിച്ചർ. പക്ഷെ പാരന്റ്സിന്റെ ആഗ്രഹം എന്താണ്? എന്തെങ്കിലും ഫർണിച്ചറിൽ ഇരുന്ന് പഠിപ്പിക്കണം എന്നാണല്ലോ, ഡെസ്കോ ബെഞ്ചൊക്കെ വേണം എന്നാണ് പാരന്റ്സ് ആഗ്രഹിച്ചത്. പക്ഷെ മോണ്ടിസോറി പറയുന്ന കുട്ടികളെ തറയിൽ ഇരുന്ന് പഠിക്കണം.
ഇനി ഫർണിച്ചർ ഇല്ലാത്ത സമയത്ത് എന്താ വേണ്ടത്? The teacher should spread something like a mat or carpet on the floor. അപ്പൊ തറയിൽ എന്ത് പഠിക്കുന്ന കുട്ടികൾ നിലത്തിരുത്താനുള്ള എല്ലാ പാരന്റ്സിനും ബുദ്ധിമുട്ടാണല്ലേ, പക്ഷെ അവിടെ എന്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു? ഒന്നില്ലെങ്കിൽ മാറ്റ് താഴെയോ അല്ലെങ്കിൽ കാർപ്പറ്റ് എന്താണ് പരവതാനികൾ അല്ലെ, കാർപ്പറ്റ്സ് വിരിച്ച ഫ്ലോറിലായിരിക്കും കുട്ടികളെ ഇരുത്തേണ്ട എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് പിന്നീട് അങ്ങോട്ട് മാറും. ഓക്കെ, അപ്പൊ ആദ്യ കാര്യങ്ങളിൽ ആദ്യം നോർമൽ നമ്മളുടെ തറ എന്ന് പറയുന്നത് സിമെന്റ് തറകളായിരുന്നു. പിന്നീട് പിന്നെ ആദ്യ കാലങ്ങളിൽ പിന്നെ അതിന് മുൻപേ സിമെന്റിന് മുമ്പെയാണ് ഈ മഡ് ഫ്ലോറിങ്ങും കൗണ്ടൊക്കെ ഉണ്ടായിരുന്നത് അല്ലെ, കാണാൻ വേണ്ടിയ ക്ലാസ്സിൽ. പിന്നെ ഒരുപാട് പ്രോബ്ലംസ് സൃഷ്ടിച്ചതിന്റെ പുറകെയാണ് ഫ്ലോറിൽ എന്ത് പഠിക്കണം എന്ന കോൺസെപ്റ്റ് ആയിട്ട് മോണ്ടിസോറി കൊണ്ടുവന്നത്. കുട്ടികളെ കാർപ്പറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റ് ഉപയോഗിച്ചുകൊണ്ട് തറയിൽ ഇരുത്തി പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടികൾ തറയിൽ ഇരുത്തി പഠിപ്പിക്കാനായിട്ട് മോണ്ടിസോറി അഭിപ്രായപ്പെട്ടതെന്ന് അറിയാമോ? മോണ്ടിസറി കൂടുതലായിട്ടും നാച്ചുറുമായിട്ട് കണക്ട് ചെയ്യാനാണ് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ അതായത് ഫ്രീലി മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ തറയിൽ, അവർക്ക് ഏത് പൊസിഷനിൽ ഇരിക്കാൻ അല്ലെ, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ തന്നെ ഇരിക്കുന്നത്, പക്ഷെ കുട്ടികൾ തറയിൽ ഇരിക്കുമ്പോൾ ഏത് പൊസിഷനിൽ അവർക്ക് ഫ്രീ മൂവ്മെന്റ്സ് ആണ്, എല്ലാ ബോഡി മൂവ്മെന്റ്സ് എല്ലാ രീതിയിലും അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആണെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവര് കുട്ടികള് തറയിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഓക്കെ, യെസ്, നമുക്ക് നാളെ വരെ പഠിക്കാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സമയം പോയിരുന്ന ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു.